എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ മോൻ സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞ് ഗൈസ് അവൻ്റെ ഡാഡി കുളിപ്പിച്ചൊക്കെ കൊടുത്ത് നമ്മുടെ സൺഡേ ഒക്കെ കഴിഞ്ഞ് ഊണൊക്കെ കൊടുത്ത് ഡ്രയർ മിഷനൊക്കെ കൊണ്ട് അവൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കിച്ച് എല്ലാം ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇവിടെ ബംഗ്ലാ ന്യൂസിലൊക്കെ ഉച്ചതൊട്ട് കടകളൊക്കെ പൂട്ടാണ്. 21 hours എയർപോർട്ട് പൂട്ടാണ്, ലോക്കാണ്. കാരണം ഇവിടെ സൈക്ലോൺ വരുന്നു, ചുഴലിക്കാറ്റ് വരുന്നെന്നൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഇവിടെ കരുതലൊക്കെയാണ്. എയർപോർട്ട് ഇനി നാളെ 21 hours എയർപോർട്ട് അവർ ലോക്ക് ചെയ്ത് ഇട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മോൻ വന്നു, കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇത് കണ്ടോ, ഡ്രയർ മെഷീനിലൊക്കെ മുടിയൊക്കെ ഉണക്കിച്ചു. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു നെറ്റ് കിട്ടൂല എന്ന് കേട്ടോ. 2-3 പ്രാവശ്യം വീഡിയോ എടുത്തപ്പോഴും പോയി കറുത്തിരുണ്ട് വരുന്നു, കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തോടെ നല്ല കാറ്റും ചുഴലിക്കാറ്റൊക്കെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മോട്ടറൊക്കെ അടിച്ച് എല്ലാ സെറ്റപ്പിലും ആക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ലൈനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊന്നും ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് 2 മോട്ടറൊക്കെ അടിച്ച് സുഖമായിട്ടൊക്കെ എല്ലാ കരുതലോടെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതേ എൻ്റെ മുടിയൊക്കെ നല്ലവണ്ണം ഉണക്കിയെടുത്തു. നമ്മൾ മെഷീൻ കൊണ്ടുവന്നിട്ട് മുടിയൊക്കെ ഉണക്കിയെടുത്തു. നല്ല സുന്ദര കുട്ടപ്പനായി. മറ്റത് അവൻ ഡ്രയർ മെഷീൻ കണ്ടു കഴിഞ്ഞാൽ ഓടും കേട്ടോ. ഇന്ന് ഞാൻ കെട്ടി എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവനും അവൻ്റെ ഡാഡിയും ഞാനും കൂടെ നിന്ന് മോനെ കൊണ്ടുപോണ്ടേ ടാറ്റ പോണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ മുടിയൊക്കെ ഉണക്കിച്ചു. കാരണം മുകളിൽ പോകാൻ പറ്റില്ല, മഴ പെയ്യുന്നതാണ്. അപ്പോൾ അതേ ഊണൊക്കെ കൊടുത്തു. എൻ്റെ മോൻ ഇങ്ങനെ വന്നിരിക്കുന്നു, പൗഡറൊക്കെ ഇട്ടു. ഇനി കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ അവൻ്റെ സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഫുഡും കൊടുത്തു, അവൻ്റെ മെഡിസിനും കൊടുത്തു, അവൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കിച്ചു മെഷീനിൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഡാഡി കുളിക്കാൻ പോയത്. ഞാൻ പിന്നെ രാവിലെ കുളിച്ചു, വിളക്കൊക്കെ കത്തിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി. കുറേ വെള്ളമൊക്കെ മോട്ടറൊക്കെ 1-2 പ്രാവശ്യം അടിച്ചു വച്ചു. കാരണം 2 മോട്ടറും അങ്ങോട്ട് അടിച്ചു വെച്ചു. ചിലപ്പോൾ 2 ദിവസമൊക്കെ മരങ്ങളൊക്കെ വീണിട്ട് വെള്ളമില്ലാതായി പോയിരുന്നാലും ഗൈസ്. പിന്നെ മോൾ ഇന്ന് വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ മോൾ എയർപോർട്ടിൽ നിന്ന് അവധിയായിട്ട് ഇന്നത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നാളത്തെ വൈകുന്നേരത്തെ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല സൈക്ലോൺ വരുന്നെന്നും പറഞ്ഞിട്ട് ഇപ്പം മലയാളം ന്യൂസിലും പറഞ്ഞെന്ന് തോന്നുന്നു. ബംഗ്ലാ ന്യൂസിലൊക്കെ ഇവിടെ അനൗൺസൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും അതിൻ്റേതായ കരുതലോടെ ഇരിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. സൺഡേ അല്ലേ, സൺഡേ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ മോന് ഞാൻ ആ മിഷൻ കയ്യിലെടുത്ത് ഡ്രയർ മിഷൻ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇവന് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഓടിപ്പോവും ഇവൻ. ആ സമയത്ത് ഇവൻ ഓടുതേ. ഞാൻ ആ മിഷൻ കാണിക്കുന്ന വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് പുള്ളി താഴേക്ക് ഇറങ്ങുന്നത്. ഇല്ല മമ്മി മിഷൻ കൊണ്ടുവന്ന് വെച്ചു, ബാ വായോ. ഇല്ല മമ്മി എടുത്തു വച്ചു, മിഷൻ എടുത്തു വെച്ചു. കഴിഞ്ഞു, പണി കഴിഞ്ഞില്ലേ, മോൻ്റെ മുടിയൊക്കെ ഉണങ്ങില്ലേ, ബാ. ഇല്ല ഇനി ചെയ്യുന്നില്ല മമ്മ, ഇനി ഉണക്കുന്നില്ല മുടി, ബാ. ഭയങ്കര പേടിയാണ് കേട്ടോ. ബാ കഴിഞ്ഞു പൊന്നു, ബാ കഴിഞ്ഞു. ദേ കഴിഞ്ഞു, മമ്മയുടെ പൊന്നല്ലേ, ഗുരുപോയല്ലേ, മമ്മ കള്ളത്തരം പറയോ, ബാ സത്യമല്ലേ, അതെ കഴിഞ്ഞു, ബാ അമ്മയുടെ പൊന്ന്. ഇത് കണ്ടോ, എല്ലാം മനസ്സിലാവേ. അവളെവിടെ പൊന്നു? നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് പൊന്നു. ഇത് കണ്ടോ, മഴയൊക്കെ പെയ്യുന്നു പൊന്നു. നല്ല കൊടുങ്കാറ്റൊക്കെ ഇന്ന് വരും, സൈക്ലോൺ വരും, ചുഴലിക്കാറ്റ് വരും. ഇന്ന് ചേച്ചി വരില്ല, എയർപോർട്ടൊക്കെ ഇന്ന് അവധിയാണ്. നാളെ വൈകുന്നേരത്തെ ടിക്കറ്റേ ചേച്ചി എടുക്കത്തുള്ളൂ. അവർക്ക് ഓഫീസ് നാളത്തെ ടിക്കറ്റേ എടുക്കത്തുള്ളൂ. ഇന്നത്തെ ടിക്കറ്റ് ഓഫീസ് ക്യാൻസലാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഈ ആര്യവേപ്പലിൻ്റെ മരം എങ്ങാനും വീണ് കഴിഞ്ഞാൽ അവിടെ നിറച്ചും എത്ര പേരുടെ ലൈനാണെന്ന് അറിയാമോ? അതിലേക്ക് വീണ് കഴിഞ്ഞാൽ സംഗതി കുളമാവും. അതുകൊണ്ട് കുറേയൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ.
അതുകൊണ്ട് എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, മമ്മി ആര്യവേപ്പിലയൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ലൈനിലേക്കായിരിക്കും, റോഡിലെ ലൈനിലേക്കായിരിക്കും വീഴുന്നത്, മോട്ടറൊക്കെ അടിച്ച് വെക്കണം, ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പുറത്തൊക്കെ ഒന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. മക്കളൊക്കെ വിളിച്ച്. മോനിങ്ങനെ കുറച്ച് കാറ്റൊക്കെ വരുന്നു. ഇപ്പോഴേ രാവിലെ തൊട്ടേ കാറ്റ് തുടങ്ങി കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും സൈക്ലോണിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇതുപോലെ ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. 2 ദിവസമൊക്കെ ലൈനില്ലാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കരുതലോടും കൂടി ഇരിക്കുന്നു. ഇവിടെ 12 മണി കഴിഞ്ഞാൽ കടകളൊക്കെ അവധിയാണ്. നാളെ വൈകുന്നേരം തുറക്കത്തുള്ളൂ. ഈ മോനിങ്ങനെ ഇരിക്കുന്ന കേട്ടോ, നോക്കി പുറത്തേക്ക്. പൊന്നു എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കും ഒക്കെ ഒരു ഹായ് പറഞ്ഞു കൊടുത്തേ. അമ്മി വീഡിയോ അതിൻ്റെ പേരുന്ന ഒരു ഹായ് കൊടുത്തേ പൊന്നു, ഒരു ഹായ് കൊടുത്തേ പൊന്നു. ഏ താഴെ വന്ന് ഇറങ്ങിയിട്ട് ഇനി ചീത്തയാവും. വാ ഒന്ന് കൊടുത്തേ പൊന്നു, വാ. ഹായ് എവിടെ 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 തന്നില്ല, കൊടുത്തില്ല മോൻ. ഹായ് എന്ന് കൊടുത്തേ. ഗുഡ് ബൈ ഗുഡ് ബൈ. ഹായ് മമ്മയുടെ പൊന്നു, ഹായ് എന്ന് കൊടുത്തേ. അതിൻ്റെ പേട്ടി മമ്മ പെട്ടെന്നാകട്ടെ. ഹായ് എന്ന് കൊടുത്തേ. ആ ഒന്ന് കൊടുത്തേ പൊന്നു. എത്ര നേരമായി ചോദിക്കുന്നത്. ആ ഇനി ചെയ്യുന്നില്ല മമ്മി, ചെയ്യുന്നില്ല കേട്ടോ. മെഷീനിൽ ചെയ്യുന്നില്ല, മെഷീനിൽ മുടി ഉണക്കത്തില്ല മമ്മി, പേടിക്കണ്ട. ആ ഒന്ന് ഹായ് കൊടുത്തേക്ക്. വാ ദേ മമ്മി, ദേ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോ. തേടാ കള്ള. ചേച്ചി ഇവിടെ, ചേച്ചി ഹായ് എന്ന് കൊടുത്തേ. ഹായ് എന്ന്. മോൻ ഓടിയത് കണ്ടോ? മോൻ ഓടിയത് കണ്ടോ? പേടിച്ച് ഓടിയത് കണ്ടോ? അവനറിയാം കേട്ടോ ഞാൻ കള്ളം പറയത്തില്ല എന്ന്. അതുകൊണ്ടാണ് അവൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ ഗൈസ്. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.